ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 11. അർജുൻ അവൻ്റെ കിടക്കയിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുകയായിരുന്നു. ബെഡിൻ്റെ അരികിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് കൺപോളകൾക്കുള്ളിൽ കിടന്ന കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. നെറ്റി ചുളിച്ച് അവൻ പതിയെ മിഴികൾ തുറന്നു. ഉറക്കം തീർന്നിട്ടില്ല. ഉള്ളിൽ സുഖമുള്ള ഉറക്കം മുറിഞ്ഞതിൻ്റെ നീരസമുണ്ട്. അവൻ ചുറ്റുമൊന്ന് നോക്കി. ബെഡിനരികിലെ സൈഡ് ടേബിളിൽ കിടന്ന് റിങ് ചെയ്യുന്ന ഫോൺ എടുക്കാൻ കൈ എത്തിച്ചു. ഇന്നലെ ഉണ്ടായ വീഴ്ച സമ്മാനിച്ച നടുവേദന അവൻ്റെ കൈകളെ തിരികെ വലിച്ചു. വേദന കൊണ്ട് പിടഞ്ഞവൻ ബെഡിൽ അമർന്നു പോയിരുന്നു. കിടന്നപാടെ ആ പതുത്ത മെത്തയിൽ നിരങ്ങി അവൻ ഫോൺ എടുത്തു. ഗൗതമാണ് കോളിൽ. എന്താടാ? ഈർഷ്യയോടെ അവൻ ഫോൺ ചെവിയിൽ വെച്ചു. കഴിഞ്ഞ ദിവസം ചൈനക്കാരനെയും കാത്ത് 3 മണിക്കൂറോളം അർജുൻ അവൻ്റെ മീറ്റിംഗ് ഹാളിൽ കാത്തിരുന്നത് ഓർക്കെ അവൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അമർഷമൊക്കെ ആ ഫോൺ ഞെരുക്കി തീർത്തവൻ. അർജുൻ, ആ ചൈനക്കാരൻ നിന്റെ പിടിച്ച് കെട്ടിക്കടാ. വടുവ റോസ്കൽ. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത പന്നക്കളവൻ. നടുവെട്ടി മലർന്നു കിടക്കുവാണെങ്കിലും ആക്രോശത്തിനൊരു കുറവുമില്ല. അർജുൻ, അയാൾക്ക് അന്ന് പെട്ടെന്ന് വയറിന് സുഖമില്ലാതായി. ലൂസ് മോഷനായി ഹോസ്പിറ്റലൈസ്ഡാ. ഗൗതം ചിരി അടിച്ചു പിടിച്ച് പറയുമ്പോൾ അരികിലിരിക്കുന്ന മത്തായി അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അയാൾ പുക മുകളിലേക്ക് ഊതിവിട്ടു കാൽ ഡെസ്കിൽ കയറ്റി വെച്ചു. അർജുൻ കിടന്ന് പല്ല് ഞെരിച്ചു. അവൻ തല ഉയർത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ നടുവിൽ നിന്നും വരുന്ന വേദന അവനെ നിസ്സഹായനാക്കി. ഇന്ന് ഈവനിങ് മീറ്റിംഗ് സെറ്റ് ചെയ്യാമോന്ന് അയാൾ പറഞ്ഞത്. അപ്പുറത്തു നിന്നൊരു അലർച്ച പ്രതീക്ഷിച്ച് ഗൗതം മയത്തിൽ പറഞ്ഞു. ഇന്നൊന്നും എനിക്കാവില്ല. അതെന്താ അർജുൻ? ഞാനിപ്പോൾ അവിടെ ഇല്ല, ഔട്ടിങ്ങില്ല. അർജുൻ്റെ ശബ്ദത്തിലെ വിറവ്യത്യാസം ഗൗതം ഗ്രഹിച്ചെടുത്തു. ഔട്ടിങ്ങോ? എങ്ങോട്ട്? ഒറ്റക്കാണോ? ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഗൗതം അഴിച്ചു വിട്ടു. എടോ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്? ഗർജനം തീർന്ന് അവൻ ഫോൺ കട്ടായതും ഗൗതം മത്തായിയെ നോക്കി. അവൻ അവിടെ ഇല്ല. അവളെയും കൊണ്ട് പുറത്തെവിടെയോ സുഖിക്കാൻ പോയതാണ്. പണം ഉണ്ടായിട്ടും കാര്യമില്ലടോ. ഇതുപോലെ കിളികളെയും വെച്ചുകൊണ്ട് പറക്കാനൊരു യോഗം വേണം. അത് അവന് വേണ്ടുവോളുണ്ട്. കിടന്ന് സുഖിക്കട്ടെ. നിരാശയോടെ ഉള്ളിലെ കൊതി അടക്കി മത്തായി സിഗരറ്റ് ആസ്ട്രോയിൽ ഞെരിച്ചുടച്ചു. ചൈനക്കാരനെ വെച്ചുള്ള നാടകം പൊളിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് ഇറക്കാശാനേ. ഗൗതം മത്തായിയെ പിടിച്ചു കുലുക്കി. കാത്തിരിക്കടാ, അവസരം നമുക്ക് വരും. മത്തായിയുടെ അട്ടഹാസം ഗൗതമിനെ കൂടുതൽ ഉന്മേഷവാനാക്കി. എടി നയന, ഇവൾ ചത്തോ അതോ ഓടിപ്പോയോ എന്ന അവളുടെ അവസാനം ഈ അർജുൻ്റെ കൈകൊണ്ടാവും. വേദന തിന്ന് നിരങ്ങി മടുത്തവൻ അലറാൻ തുടങ്ങി. വേദന തോന്നുന്ന തലയുടെ പിൻഭാഗം തടവി നോക്കി. വീഴ്ചയിൽ തലയിടിച്ച ഭാഗം മുയച്ചിരിക്കുന്നു. സാറ് വിളിച്ചോ? പതുങ്ങിയ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവൻ്റെ മിഴികൾ നീണ്ടു. മഞ്ഞ ടോപ്പും വെള്ളപ്പാൻറ്റും ധരിച്ച് തലയിൽ തോർത്ത് കെട്ടിവെച്ച് പരുങ്ങി നിൽക്കണം നയന. അവളുടെ മിഴികളിൽ കുറ്റബോധം ആളിക്കത്തി. നോക്കി നിൽക്കാതെ പിടിച്ച് എഴുന്നേൽപ്പിക്കടി. ആജ്ഞയിൽ ഉരുകിയ അലർച്ച അവളുടെ നെഞ്ചം കലക്കി. ഓടിപ്പോയവൾ അവൻ്റെ ഇരു കൈകൾ പിടിച്ച് ഉയർത്താൻ നോക്കി. ആരോഗ്യദൃഢനായ ഒരുവൻ്റെ ശരീരത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോയിട്ട് ഒന്ന് ഉലക്കാൻ പോലും ആവാതെ അവൾ നടുങ്ങി. അർജുൻ അവളുടെ കൈക്കുഴിയിലേക്ക് കൈ കടത്തി അവളിൽ സർവ്വശക്തിയും ആവാഹിച്ച് എഴുന്നേറ്റ് നിന്നു. അന്ത്യശ്വാസം വിടും കണക്കെ നയന നിശ്വസിച്ചു പോയി. നയനയുടെ ഇടനെഞ്ചിനോട് ചാഞ്ഞു അവളുടെ തോളിൽ കൈ ഊന്നി അർജുൻ പതിയെ നിവർന്ന് നടക്കാൻ തുടങ്ങി. ആ കുഞ്ഞു ശരീരത്തിലേക്ക് ചേർന്ന് നിന്നതും അവന് ബാലൻസ് കിട്ടിത്തുടങ്ങിയിരുന്നു. ഓരോ ചുവടിലും വേദന അമർത്തുന്നവനെ അവൾ അലിവോടെ നോക്കി. വാഷ്റൂമിൻ്റെ സ്റ്റെപ്പ് കയറാൻ അവൾ അവനെ സഹായിച്ചു. അർജുൻ അവളുടെ തോളിൽ മുറുകെ പിടിച്ചു തന്നെ കയറി. ടോയ്ലറ്റിലേക്ക് അവനൊപ്പം കയറാൻ അവളുടെ ഉള്ളം വിലങ്ങായെങ്കിലും നയന പതർച്ചയേതുമില്ലാതെ അവനെ ആ യൂറോപ്യൻ ക്ലോസറ്റിന് മുകളിലേക്ക് ഇരുത്തിക്കൊടുത്തു. തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരുന്നവളെ മിഴി ഉയർത്തി നോക്കിയവൻ. ഏറെ നേരം കഴിഞ്ഞു അവൻ പതിയെ ഇറങ്ങി വരുന്നത് കണ്ട് ബെഡ്ഷീറ്റ് മടക്കി നേരെ വെക്കുന്നതിനിടയിൽ നയന വന്നു അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു അവളോട് ചേർത്ത് വെച്ചു. ഇല്ലെങ്കിൽ അവനെ താങ്ങി നിർത്തുന്നവൾ നടുവും തല്ലി വീഴുന്ന കാഴ്ച കാണേണ്ടി വരും. സാർ, ഞാനൊരു കൂട്ടം ഉണ്ടാക്കി തരട്ടെ? പണ്ട് അപ്പച്ചൻ വീണപ്പോൾ അമ്മച്ചി ഉണ്ടാക്കി കൊടുത്തിരുന്നതാ.
അർജുനെ പതിയെ ബെഡിലിരുത്തി. അവൻ തല കുഴിഞ്ഞു. അവൾ പറയുന്നത് ശ്രവിക്കുന്നുണ്ട്. സാർ, ഒരു 10 മിനിറ്റ്, ഞാനൊരു കഷായം ഉണ്ടാക്കിയേച്ച് വരാം. അവൻ്റെ തോളിൽ നിന്നും കൈയെടുത്ത് നയന മുറിയുടെ വാതിൽ ലക്ഷ്യം വെച്ച് ഓടി. നിക്കടി അവിടെ, എനിക്കൊന്നും വേണ്ട. നീ ഉണ്ടാക്കുന്ന വിഷം കുടിച്ച് ചാവാൻ നിന്റെ മറ്റവനെ വിളിച്ചേക്ക്. നയനയുടെ ഉള്ളം പിടഞ്ഞു. കഴിക്കുന്ന അന്നത്തിൽ വിഷം കലർത്താൻ മാത്രം നശിച്ചു പോയിട്ടില്ല ഈ നയനയുടെ മനസ്സ്. അവൾക്ക് വല്ലാത്ത അരിശം തോന്നി. ഇതുവരെ കാണാത്തൊരു മുഖഭാവം അവളിൽ തെളിഞ്ഞതും അർജുൻ നടുങ്ങിപ്പോയി. നീ വല്ലാതെ ഗുണവതിയാകണ്ടടി. പണം കിട്ടുമെന്നറിഞ്ഞാൽ നിന്നെപ്പോലുള്ളവൾ ഏത് അറ്റം വരെയും പോകും. കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ആ ഫോൺ ഇങ്ങോട്ട് എടുക്ക്. അർജുൻ നേരത്തെ വെച്ച ഫോൺ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞു. അപമാന വാക്കുകൾ കുത്തി നോവിച്ച് അവളുടെ മെഴുനീർ ഉതിർത്തിരുന്നു. മോന്തായം കുത്തി വീർപ്പിച്ചു നിൽക്കാതെ പോയി എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവാ. എൻ്റെ മെനു ലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഫോൺ തട്ടിപ്പറിച്ചെടുക്കും കണക്കെ അർജുൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്തു. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് അർജുൻ ഫോണിൽ നമ്പർ തപ്പിയെടുത്തു. ഇഷാനി നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരണം. ലൊക്കേഷൻ ഞാൻ അയക്കാം. എന്തു പറ്റിയടാ? നിന്റെ ശബ്ദമൊക്കെ വല്ലാണ്ട്. ആദ്യം നിറഞ്ഞൊരു ശബ്ദം മറുപുറത്ത് നിന്ന് കേൾക്കാം. അതൊക്കെ പറയാൻ നീ വേഗം പുറപ്പെട്ടോ. പിന്നെ ഞാൻ വിളിച്ച കാര്യം മറ്റാരോടെയും നീ പറഞ്ഞേക്കരുത്. വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു ആ വാക്കുകളിൽ. നയന! ഈശാനിയുടെ കോൾ കട്ട് ചെയ്ത പാടെ അർജുൻ വീണ്ടും ആർപ്പ് തുടങ്ങി. അടുക്കളയിൽ പാചകം ചെയ്തു കൊണ്ടിരുന്നവൾ അവൻ്റെ വിളി കേട്ടിരുന്നില്ല. കാറ്റിൽ അടുക്കളവാതിൽ അടഞ്ഞും പോയിരുന്നു. വിളിച്ചു തൊണ്ട പൊട്ടുമെന്ന അവസ്ഥയിലായപ്പോൾ അർജുൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. രാവിലെ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അത്ര വേദന ഇപ്പോൾ ഇല്ലെന്ന് അവന് തിരിച്ചറിഞ്ഞു. ആത്മവിശ്വാസത്തോടെ ഓരോ ചുവടുകൾ വെച്ചു. ഹാൻഡ് ഗ്രില്ലിൽ കൈ ഊന്നിപ്പിടിച്ചു പാടുപെട്ട് സ്റ്റെയർ ഇറങ്ങി. മുതുകിന് സപ്പോർട്ടായി കൈ രണ്ടും ഊന്നി ഹാളിലൂടെ നടന്ന് അടുക്കളവാതിൽക്കലെത്തി. അടഞ്ഞുകിടക്കുന്ന അടുക്കളവാതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് തിരക്കിട്ട് ജോലിയിൽ വ്യാപൃതയായവൾ ഭയന്നു പോയിരുന്നു. നീ എന്താ ഇതിൻ്റെ ഉള്ളിൽ അടയിരിക്കുകയാണോ? വിളിച്ചു വിളിച്ച് എൻ്റെ തൊണ്ടയും പൊട്ടി. കുറച്ച് വെള്ളം എടുത്തേ. തൊണ്ടയിൽ തടവിക്കൊണ്ടവൻ പറഞ്ഞു. അനുസരണയുള്ള നൂൽപ്പാവയായി അവൾ ശരവേഗത്തിൽ അവനുള്ള വെള്ളം എടുത്തു കൊടുത്തു. ഞാൻ പിടിക്കണോ? കാലി ഗ്ലാസ് സ്ലാബിലേക്ക് വെച്ചു മുതുക് തടവി പോകുന്നവനോട് നയന ദയയോടെ തിരക്കി. രോഗിയാക്കി നീ എന്നെ കിടത്താൻ നോക്കണ്ടടി. എനിക്കിപ്പോൾ നടക്കാൻ പ്രയാസമൊന്നുമില്ല. എന്നാലും ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നറിയാതെ വെക്കുന്നത് നല്ലതല്ല. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും. ഡോക്ടറെ കാണിക്കാൻ ഞാൻ അവളുടെ കൂടെ പോകും. ഭക്ഷണം ഓരോന്നായി ടേബിളിൽ നിരത്തുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. എടി, നിന്നോട് ഇതൊക്കെ വിളമ്പുന്നത് എന്തിനാണെന്ന് അറിയോ? അവൻ കസേര വലിച്ചിട്ടിരുന്നു. നയന ആദിയോടെ വിളമ്പിയ വിഭവങ്ങളിലേക്ക് നോക്കി. അവൻ പറയുന്നത് പാതിയെ അവൾ കേട്ടുള്ളൂ. എല്ലാം അർജുൻ പറഞ്ഞ പോലെ വെച്ചുണ്ടാക്കിയെന്ന് അവൾ മിഴികൾ ഓടിച്ച് ഉറപ്പുവരുത്തി. നീ എന്താടി മിഴിച്ചു നോക്കുന്നത്? അർജുൻ അവളിലേക്ക് നോട്ടമെറിഞ്ഞു. സാർ, ഞാൻ എല്ലാം വിളമ്പിയിട്ടുണ്ട്. അവൾ കൈകൾ കുരുക്കി വലിച്ചുകൊണ്ട് പറഞ്ഞു. സാധുവായ ആ പെൺകുട്ടിയെ അവൻ ഗർജനം കൊണ്ട് അടിമയാക്കി വെച്ചിരിക്കുന്നു. എടോ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ്. എൻ്റെ ഫ്രണ്ട് വരും. അവൾ അകത്തേക്ക് കയറി വരുമോ എന്നറിയില്ല. വന്നാലും നിന്നെ ഇവിടെ കാണാൻ പാടില്ല. എവിടെയും ഒളിച്ചോണം, മനസ്സിലായോടി? നയനയെ ഞെട്ടിക്കാൻ പറയുന്ന കൂടെ അവൻ ടേബിളിൽ തല്ലി ശബ്ദമുണ്ടാക്കി. നിന്റെ കാലൊന്ന് ഉയർത്തി കാണിച്ചേ. ചിരി ഒതുക്കി പറയുന്നവൻ്റെ കവിൾ വിറക്കുന്നുണ്ടായിരുന്നു. കാണിച്ചേടി. ശങ്കയോടെ വലിയ കണ്ണുകൾ വിടർത്തി നോക്കി അവളെ നോക്കി അവൻ കണ്ണുരുട്ടി കർശനമായി ആജ്ഞാപിച്ചു. ഭയന്നുപോയ അവൾ കാലുകൾ ഒതുക്കി വെച്ച് അനുസരണയോടെ അവനെ നോക്കി നിന്നു. നീ ഇവിടെ കാല് കുത്തിയ തൊട്ട് എനിക്ക് നടുതല്ലി വീഴാനേ നേരമുള്ളൂ. മുടിഞ്ഞ കാലാണോന്ന് അറിയട്ടെ. അവൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് അവളെ തന്നെ പരിഹസിക്കുന്ന അർജുനെ അവൾക്ക് ഉഗ്രവിഷമുള്ള ജീവിയായി തോന്നി. കഴിച്ചെഴുന്നേറ്റ് അർജുൻ ഡ്രസ് മാറാൻ മുകളിലേക്ക് പോയി. മുൻവശത്തെ ഗേറ്റിന് മുമ്പിൽ ഏതോ ഒരു കാർ വന്ന് ഹോൺ അടിക്കുന്നത് കേട്ട് നയനയുടെ ഹൃദയമിടിപ്പേറി. മുഖം ഭിത്തിയിൽ ചേർത്ത് അവൾ കർട്ടൻ വലിച്ചു മാറ്റി. ഒരു കണ്ണ് മാത്രം പുറത്തേക്കിട്ട് അവൾ ജനാല വഴി നോക്കി. ഗേറ്റിൻ്റെ വിടവിലൂടെ കാണുന്ന കാഴ്ചയിൽ അതൊരു നീല കാറാണെന്ന് മനസ്സിലായി. അർജുൻ പടിയിറങ്ങി വരുന്നത് കണ്ടതും നയന അടുക്കളയിലേക്ക് ഓടി. മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അർജുൻ ആ വാതിൽ ലോക്ക് ചെയ്യുന്ന ശബ്ദം അവൾ അടുക്കള വാതിൽ ചാരി നിന്ന് കേട്ടു. ആ വന്ന ഫ്രണ്ടിനെ കാണാൻ നയനക്കൊരാശ. അവൾ അടുക്കളയിൽ നിന്ന് വന്ന് നേരത്തെ ഒളിച്ച കർട്ടൻ്റെ മറവിൽ നിന്നു.
ബ്ലാക്ക് ജീൻസ് പാൻറ്റും വൈറ്റ് ലോങ് ഷർട്ടും ധരിച്ച് ഉയരം കുറഞ്ഞൊരു പെൺകുട്ടി ഗേറ്റ് കടന്നു വന്ന് അർജുന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. പരസ്പരം നേരിയ ഒരു വാരിപ്പുണരലും കഴിഞ്ഞ് ഗേറ്റിനപ്പുറം നിർത്തിയിട്ട ആ പെൺകുട്ടിയുടെ കാറിൽ ഇരുവരും കയറിപ്പോയി. അവർ പോകുന്ന കൂടെ ആ ഗേറ്റും അടഞ്ഞിരുന്നു. അത്രയും കണ്ടു തീർത്ത് നയന തിരിഞ്ഞു ഭിത്തിയിൽ അമർന്ന് ചാരി നിന്നു നെഞ്ചിൽ കൈവച്ചു. എക്സാമിനേഷൻ റൂമിലേക്ക് പോയ അർജുനെയും ഡോക്ടറെയും കാത്ത് ഇഷാനി ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ കാത്തിരുന്നു. ഡോക്ടറുടെ പിറകിൽ നടന്നു വരുന്നതിനിടയിൽ ഷർട്ടിൻ്റെ ബട്ടൺ നേരെ ഇടുന്നവനിലായിരുന്നു ഇഷാനിയുടെ നോട്ടം. പേടിക്കേണ്ട ഇഷ്യൂസ് ഒന്നുമില്ല. വീഴ്ചയിലുണ്ടായ ചെറിയ ചതവ്, പിന്നെ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ മുഴയുണ്ട്. അത് തറയിൽ ശക്തിയായി തലയിടിച്ചപ്പോൾ ഉണ്ടായതാകാം. ഞാനതല്ല ഓർത്തത്. ബിസിനസ് ലോകത്ത് കുതിച്ചുയരുന്ന ഫാഷൻ രാജാവിന് വീഴ്ചയോ? ഡോക്ടർ കൈവെള്ള കൊണ്ട് മൂക്കും വായും പൊത്തിച്ചിരിച്ചു. ഡോക്ടറെ, ഞാൻ സൂപ്പർമാനൊന്നുമല്ല, മനുഷ്യനാ. അടി തെറ്റിയ ആനയും വീഴും. അർജുൻ്റെ ഉള്ളാകെ അസ്വസ്ഥതയായിരുന്നു. അത് നേരെ. അപ്പോൾ അർജുനും വീണു. രസികനായ ഡോക്ടർ മുഖത്തെ പുഞ്ചിരി പൊഴിക്കാതെ അവനുള്ള മരുന്നിൻ്റെ പേരുകൾ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്തു. അടുക്കള ജോലിയെല്ലാം തീർത്തു വെച്ച് നയന ഹാളിലേക്ക് വന്നു. കൂട്ടിലടച്ച പക്ഷിയെപ്പോൾ അവൾ ആ ഹാളിൽ നിന്നു. വീട്ടിലേക്ക് വിളിച്ച് കുഞ്ഞുമോളുടെ വിശേഷങ്ങൾ തിരക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും ഫോൺ കയ്യിലെടുക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങൾ ഓർത്ത് നയനയ്ക്ക് സ്വയം വെറുപ്പ് തോന്നി. നയന ഷോളിൽ മുഖം തുടച്ചു ഹാളിലെ സോഫയിൽ വന്നിരുന്നു. എന്തെങ്കിലും ജോലി ഇനി ബാക്കി ഉണ്ടാകുമോ എന്നറിയില്ല. മനോഹരമാണ് ആ വീടിൻ്റെ അകം. വെറുതെ നോക്കിയിരുന്നാൽ തന്നെ സമയം പോകുന്നത് അറിയില്ല. അർജുൻ ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഓരോന്നും ഓർത്തും കരഞ്ഞു നയന ആ സോഫയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഒരു നിമിഷം അവളുടെ നോട്ടം കറുത്ത വട്ടത്തിലുള്ള ഒരു ക്യാമറയിൽ പതിഞ്ഞു. അത് അവളെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. നയനയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ഉയർന്നിരുന്നു. അവൾ പതുക്കെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു ആ ഇൻഡോർ ക്യാമറയുടെ അടുത്തേക്ക് ചെന്ന് തല ഉയർത്തി നോക്കി. അപ്പോൾ അതിൻ്റെ തല അവൾക്ക് നേരെ തിരിഞ്ഞു വന്നു. നീ ഇതിനകത്ത് അനങ്ങിയാൽ ഞാൻ അറിയും. അതെല്ലാം ഈ രേഖയിൽ കാണാം എനിക്ക്. അർജുൻ്റെ വാക്കുകൾ ആ വീടിൻ്റെ ചുമരുകൾ പറയുന്നത് പോലെ തോന്നി അവൾക്ക്. ഇന്നലെ രാത്രിയിൽ അർജുൻ മുകളിലേക്ക് പോയ ഉടനെ തെളിവ് നശിപ്പിച്ച ഇടത്തേക്ക് നയന നടന്നെടുത്തു. വെളിച്ചെണ്ണ തൂവിയ പടിക്കെട്ടും തറയും അവൾ സോപ്പും വെള്ളം നനച്ച് തുടച്ചതാ. പടിക്കെട്ടുകൾക്ക് എണ്ണമയമില്ലെന്ന് അവൾ തൊട്ടു നോക്കി ഉറപ്പിച്ചു. പക്ഷേ കൃത്യം ചെയ്തതും തെളിവ് നശിപ്പിച്ചതും ഒപ്പിയെടുത്ത ഒരു സാക്ഷി തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രക്ഷ ഇനിയില്ലെന്ന് ഉറപ്പായിരുന്നു. വിറക്കുന്ന കരങ്ങൾ ഉയർത്തി പിടിച്ചു മുഖം ഒപ്പിയവൾ ഉറക്കെ കരഞ്ഞ് താഴേക്ക് ഊർന്നിരുന്നു പോയി. തുടരും. ഇങ്ങനൊരു ട്വിസ്റ്റ് നിങ്ങൾ വിചാരിച്ചിരുന്നോ? ഇങ്ങനൊരു ക്യാമറ അവിടെ ഇവളെ വീക്ഷിച്ചിട്ടുണ്ടാകുന്ന ആർക്കെങ്കിലും തോന്നിയിരുന്നോ മുന്നേ? എന്നാൽ നിങ്ങൾ അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും കഥ ഇഷ്ടമാവുന്നുണ്ടോ? കഥ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നയനയിൽ വരുന്ന മാറ്റമാണ് നമ്മൾ നോക്കുന്നത്. അർജുനിലും വരുന്ന മാറ്റവും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അർജുൻ നന്നായി കാണാനാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ആഗ്രഹമല്ലേ? എല്ലാം സംഭവിക്കും. കഥ അടുത്ത ഭാഗമായി ഞാൻ അടുത്ത ദിവസം തന്നെ വരാം. നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.